നമസ്കാരം, പെറ്റ് ലവേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോ എടുക്കാനെത്തിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ മതിലകത്തുള്ള ഹബീബിക്കയുടെ ലോഫ്റ്റിലെ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് പ്രാവ് വളർത്തലിൽ. അപ്പോൾ തുടക്കക്കാർക്കും പിന്നെ പ്രാവ് വളർത്തുന്ന പ്രാവിനെ പുതിയതായി തിരഞ്ഞെടുക്കാൻ പോകുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് ഇൻസ്പിറേഷൻ പിന്നെ ഒരുപാട് അറിവുകളൊക്കെ പറഞ്ഞു തരാൻ പറ്റിയ ഒരാളാണ് ഹബീബിക്ക. അപ്പോൾ നമുക്ക് നേരെ ഹബീബിക്കയുടെ ലോഫ്റ്റിലെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ പേര് ഹബീബ്. മതിലകത്താണ് വീട്. തൃശ്ശൂർ ജില്ലയിൽ മതിലകത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംവിധായകൻ കമൽക്കാട് നാട്ടിലാണ് എൻ്റെ വീട്. ലോഫ്റ്റിന്റെ പേര് ലോഫ്റ്റ് ഫിമ ലോഫ്റ്റ് എന്നാണ് പേര്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ 10-30 കൊല്ലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ബേഡ്സുകളാണ്. എല്ലാ ബേഡ്സും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ആദ്യമായിട്ട് പൗട്ടറിനൊക്കെ ഇറക്കുമതി ചെയ്ത് ഞാൻ തന്നെയാണ്. പിന്നെ ഇപ്പം എന്ന് വെച്ചാൽ കൊടുങ്ങല്ലൂർ പീജിയൻ ഫാൻസിയേഴ്സ് അസോസിയേഷൻ്റെ അഡ്മിനാണ്. അപ്പം ഞങ്ങൾ കൊടുങ്ങല്ലൂർ പ്രാവ് വളർത്തന മേഖലനെ നമ്മൾ വിപുലീകരിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ് കൊടുങ്ങല്ലൂർ പീജിയൻ ഫാൻസിയേഴ്സ് അസോസിയേഷൻ. ഇപ്പൊ അതിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടായില്ല. ഇപ്പോ പ്രാവിന്റെ ഫീൽഡിലേക്ക് തന്നെ ഒരു ഗ്രൂപ്പ് കാരണം ഒരുപാട് ആൾക്കാർ കടന്നു വരുന്നുണ്ട്. ആ മേഖലയിലേക്ക് ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ കടന്നു വരുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഓരോരുത്തരായിട്ടും ഇത്ര എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഓരോരുത്തരായിട്ട് വിളിച്ച് ചോദിക്കും അസുഖങ്ങളെ കുറിച്ച്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ലാബ് അസോസിയേഷൻ്റെ പ്രസിഡന്റാണ്. ലാബിന്റെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് മെഡിസിനെ കുറിച്ചും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചോദിക്കാറുണ്ട്. അപ്പം ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ, ഈ കഫം കെട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഡോക്സിസൈക്ലിൻ 100, അതേമാതിരി തന്നെ എല്ലാ മെഡിസിനെ കുറിച്ചും തലതിരിച്ചിലൊഴിച്ച് PMBക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ ഇഞ്ചക്ഷൻ തന്നെ ചെയ്യണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടകളിൽ നിന്ന് ബേഡ്സുകൾ വാങ്ങിക്കാണ്ടിരിക്കുക. നേരെ നല്ല ബ്രീഡർമാരെ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ബേഡ്സിന് മാത്രമേ നമ്മൾ എടുത്തിട്ട് സെറ്റ് ചെയ്യാം. അല്ലാണ്ട് പൈസ കുറച്ച് കിട്ടുന്ന ബേഡ്സുകൾ ഒരിക്കലും നമ്മൾ സെറ്റ് ചെയ്യരുത്. ഏറ്റവും നല്ല ബേഡ്സുകൾ മാത്രമേ നമ്മൾ സെറ്റ് ചെയ്യാം. അത് നല്ല നല്ല ബ്രീഡർമാരിൽ നിന്ന് എടുത്തിട്ട് നല്ല ബേഡ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾക്ക് ആ ബേഡ് ആൾക്കാരെ അന്വേഷിച്ചു വരും. മനസ്സിലായി? ബേഡിന്റെ ക്വാളിറ്റി അനുസരിച്ച് നമ്മൾ ഏത് ലോകത്ത് നമ്മളിപ്പോ നല്ലൊരു ക്വാളിറ്റി ബേഡ് ഉണ്ടെങ്കിൽ ഏത് ലോകത്ത് നിന്നാലും നമ്മൾ അവിടെ അന്വേഷിച്ചു വരും. അത് 100% ഉറപ്പാണത്. അപ്പൊ ഞാൻ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല ബേഡ്സ്, ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ബേഡ്സ് മാത്രമേ ചെയ്യാറുള്ളൂ. മനസ്സിലായി? അപ്പം എനിക്ക് പുതിയ തോട്ടക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ നല്ല ബേഡ്സ് എടുത്തിട്ട് സെറ്റ് ചെയ്യാം. ഏറ്റവും നല്ല ബേഡ്സുകൾ എടുത്തിട്ട് സെറ്റ് ചെയ്യാം. റേറ്റ് കുറവ് നോക്കരുത്. എടുക്കുമ്പോൾ നമ്മൾ സാധാരണ ഇപ്പം ഈ മേഖലയിലേക്ക് വരുന്നവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ കുറച്ച് കിട്ടുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ബേഡ്സിനും എടുത്ത് സെറ്റ് ചെയ്യും. കുറേ ബേഡ്സിന് സെറ്റ് ചെയ്യില്ല കാര്യം. ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 ബേഡ്സ് ഉണ്ടെങ്കിലും 100 ബേഡ്സ് ഉണ്ടെങ്കിലും കാര്യമില്ല. 10 നല്ല ബേഡ്സിനെ എടുത്ത് സെറ്റ് ചെയ്യണമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല കാര്യം. അത് നല്ലൊരു ബേഡ്സിനെ എടുത്തിട്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്യുക. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
സെറ്റ് ചെയ്യുമ്പോൾ സൂര്യപ്രകാശം ഉണ്ടല്ലോ, സൂര്യപ്രകാശം വായു കടക്കുന്നതും നനയാത്ത കേജ് ആയിരിക്കണം. നനയാത്ത കേജ്, പിന്നെ കേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയുള്ളതായിരിക്കണം. ഫുഡ് നല്ല വൃത്തിയുള്ളതായിരിക്കണം. വളരെ കുറച്ച് ഫുഡ് കൊടുക്കാം, വളരെ കുറച്ച് ഫുഡൊക്കെ കൊടുക്കണം നല്ലത്. ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്ത് സെറ്റ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ സൂര്യകാന്തി, അതേമാതിരി തന്നെ പയറ്, പരിപ്പ്, കടല, ഗോതമ്പ് എല്ലാ ധാന്യങ്ങളും വാങ്ങിച്ചിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം തുളസി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, പനിക്കൂർക്ക, ആര്യവേപ്പ് ഇത്രയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈറ്റങ്ങൾക്ക് കൊടുക്കുന്നത്. നമ്മുടെ ഫുഡ് നമ്മൾ മിക്സ് ചെയ്യണം. ഫുഡ് ഞാൻ തന്നെയാണ് എടുത്ത് മിക്സ് ചെയ്യാറ്. അതിൽ ഒരു ചാക്ക് ഗോതമ്പ് 1300 രൂപയ്ക്ക് വാങ്ങിക്കും. എന്നിട്ട് ബാക്കിയെല്ലാം വാങ്ങിച്ചിട്ടാണ് സെറ്റ് ചെയ്യാറ്. ആദ്യം റിയാസിന്റെ വാങ്ങിച്ചിരുന്നത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനും കുറെ ബേഡ്സ് ആദ്യമൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു രക്ഷയില്ല. അപ്പൊ സെറ്റ് ചെയ്തിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേഡ്സിനെ വാങ്ങിക്കല്ലാണ്ട് ഒരെണ്ണം എൻ്റെ കയ്യിൽ നിന്ന് പോകില്ല. അപ്പൊ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബേഡ്സിനെ എടുത്ത് സെറ്റ് ചെയ്യും. അപ്പൊ അതിന് ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് താഴെ വന്നിട്ടുള്ളവരാണ് റിയാസ് കാദ്യാളത്തെ റിയാസ്. പിന്നെ എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഇസ്മയിൽ, കൊടുങ്ങല്ലൂരത്തെ മുനിസിപ്പൽ ചെയർമാൻ്റെ മകനാണ് ഇസ്മയിൽ എനിക്ക് കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജയരാജ് പണിക്ക വീട്ടിൽ ഭാവന ഓട്ടോമൊബൈൽസ് എടുത്തിട്ടുണ്ട്, ജയരാജ് പുള്ളി കുറെ ബേഡ്സിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പുള്ളി എനിക്ക് നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ ഷിഹാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുന്നക്കൽ സാറിൽ പുള്ളി എനിക്ക് കൂടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം പുതിയ തുടക്കക്കാരോട് എനിക്ക് പറയാനുള്ളത് നല്ല ബേഡ്സിനെ എടുക്കുക. കുറച്ച് ബേഡ്സ് ആണെങ്കിലും നല്ലടുത്ത് സെറ്റ് ചെയ്യാം. പിന്നെ ബേഡ്സിനെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്വാറന്റൈനിൽ ഇടാം. ക്വാറന്റൈനിൽ പുറത്ത് ഇട്ടതിന് ശേഷം അസുഖമൊന്നും ഇല്ലാന്ന് കണ്ടതിന് ശേഷം നമ്മളെ മെയിൻ കേജിലേക്ക് മാറ്റാം. സെപ്പറേറ്റ് കേജ് വേറെ നമ്മൾ സെപ്പറേറ്റ് കേജിൽ നമ്മൾ സെറ്റ് ചെയ്യണം. സെപ്പറേറ്റ് കേജ് നമ്മളെ കൂടിനെ കുറച്ച് അകലയിൽ ഇട്ടതിന് ശേഷം നമ്മളൊരു 1.5 മാസത്തോളം നമ്മൾ വാച്ച് ചെയ്യാം. വാച്ച് ചെയ്തിട്ട് നല്ല അസുഖം ഇല്ലെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് മാറ്റിടാം. ചിലപ്പോൾ കൊണ്ടുവരുന്ന ബേഡിന് അസുഖം ഉണ്ടാവില്ല. നമ്മളെ കേജിൽ ഇത്തിരിയും കൂടി ഹെൽത്തി കുറഞ്ഞ ബേഡാണെങ്കിൽ അവർക്ക് എന്തായാലും അസുഖം കിട്ടും. 100% ഉറപ്പാണ്. നമ്മളെ കേജിൽ ഇപ്പൊ എഗ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്തിനും അസുഖമുള്ള ബേഡാണെങ്കിൽ ഇവര് കാരിയറായിട്ട് വന്നിട്ട് ഇവർക്ക് അസുഖം കൊടുക്കും. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10-30 ബേഡ് ഉണ്ടെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബേഡ് മതി കംപ്ലീറ്റ് കേജ് മുഴുവൻ നശിപ്പിക്കാനായിട്ട്. അപ്പോൾ എടുക്കുമ്പോൾ നല്ല ബേഡ്സിന്റെ അടുത്ത് സെറ്റ് ചെയ്യാം, നല്ല ക്വാളിറ്റി ഉള്ള ബേഡ്സിന്റെ അടുത്ത് സെറ്റ് ചെയ്യാം. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈസക്ക് വേണ്ടിയിട്ടല്ല ഞാനിപ്പോ ഇത് വളർത്തുന്നത്. എനിക്കിത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിത് പോസിറ്റീവ് എനർജിയാണ്. കാലത്ത് വെളുപ്പിനെ എണീക്കും, യോഗ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇതിന് തീറ്റയും വെള്ളം കൊടുത്ത് കുടിച്ച് ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ ലാബ് നടത്തുന്ന ആളാണ്. ഞാൻ ഫാദർ ഡോക്ടറാണ്, മദർ ടെക്നീഷ്യനാണ്. ഞങ്ങൾ 3 സ്ഥാപനം നടത്തുന്നുണ്ട്. അപ്പം ഞാൻ പിന്നെ എല്ലാ സംഘടനയിലും ഉണ്ട്. ലാബ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. പിന്നെ സിനിമ ഫീൽഡിലും ഉണ്ട്. ടൊവിനോനെ ഫസ്റ്റ് ഫുൾ ലെങ്ത് കൊണ്ടുവരാനായിട്ട് ഫിലിം എടുക്കാൻ അതിലും ഞാനുണ്ടായിരുന്നു. രണ്ടാമത്തെ ക്യാമ്പസ് ഗാങ് എന്ന് പറഞ്ഞൊരു പടം, മൂന്നാമത്തെ പാൽമല്ലു എന്ന് പറഞ്ഞ ഫിലിമാണ്. ബോബൻ സാമുവൽ, എൻ്റെ മിയ നമിത പ്രമോദ്, ലാൽ സിദ്ദീഖ് ഗൾഫിലായിരുന്നു ഷൂട്ട്. ഞാനും എൻ്റെ മോനെ അതിലൊരു വേഷം ചെയ്തിട്ടുണ്ട്. ഫിലിം ഫീൽഡിലും ഒരു ഫിലിം ഫീൽഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയിക്കാനുള്ള താല്പര്യം കൊണ്ട് ആണ് ആൽബങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ആയിട്ട് പിന്നെ ലാസ്റ്റ് ഒന്നാവാണ്ടായപ്പോഴാണ് ഫിലിം എടുത്തത്. 3 ഫിലിം എടുത്തതും നഷ്ടത്തിലാണ്. പക്ഷെ ഞങ്ങൾ ഫിലിമിന്റെ എടുത്ത് കൊണ്ടുവന്ന ആൾക്കാരൊക്കെ ശരിക്കും കയറിപ്പോയിട്ടുണ്ട്. ടൊവിനോയിലും പിന്നെ എൻ്റെ ബ്രദേഴ്സ് ഉണ്ട്, ഫാദറിൻ്റെ അനിയൻ്റെ മക്കള് സജിൽസ് മജീദ്, അനൂപ് മജീദ്. ഞങ്ങൾ 3 ആളാണ് ഈ ഫിലിം ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്. ഞങ്ങളാണ് ഫിലിം പിടിക്കാറ്. ഇത് നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി പറഞ്ഞേ, ഫസ്റ്റ് വെറൈറ്റി ഹംഗേറിയൻ ജൈന്റ് ഹൗസ്. ഹംഗേറിയൻ ജൈന്റ് ഹൗസ് അല്ലേ? ഇതിപ്പോ ബ്രീഡിംഗ് പെയറാണോ അല്ലെങ്കിൽ ബ്രീഡിംഗ് പെയർ? ഇത് ടൈഗറും ഒരു സ്പ്ലാഷുമാണ്. സ്പ്ലാഷ് ആണല്ലേ? മെയിലും ഫീമെയിലും? മെയില് റെഡ് ബ്ലാക്ക്. ഈ ബ്ലാക്ക് ടൈഗർ ടൈപ്പ് അല്ലേ? ടൈഗർ ടൈപ്പ് മെയില്, സ്പ്ലാഷ് ഫീമെയില്. ഇതിനിപ്പോ കുട്ടികൾ ഇപ്പൊ കുട്ടികള് കൊടുത്തു തുടങ്ങിയിട്ടില്ല. ഫസ്റ്റ് ഇപ്പൊ കുട്ടി ചെറുതാണ്, വളരെ ചെറുതാണ്. പിന്നെ രണ്ടാമത്തേക്ക് ഇപ്പൊ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിപ്പോ നമ്മൾ എടുത്തത് ചിക്സ് ആയിട്ടാണ് എടുത്തത് അല്ലെങ്കിൽ? ഇത് ചിക്സ് 40,000 രൂപക്ക് ചിക്സ് എടുത്തതാണ്.
40,000 രൂപ. സീറോ കളിയിൽ 40,000 രൂപ എടുത്തതാണ്. ഇത് അടുത്ത വരുന്നത് അർജന്റ് മുദീന, റെഡ് അർജന്റ് മുദീനാണ് വരുന്നത്. ഇതിപ്പോ ബ്രീഡിംഗ് പേരാണ്. ബ്രീഡിംഗ് പേരാണ്. ഇതിന്റെ കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതിന്റെ കുട്ടികൾ കൊടുക്കുന്നത് 7 രൂപയ്ക്ക്. ഇപ്പൊ കൊടുക്കാനുണ്ട്. ഇറങ്ങി കൊടുക്കാണ്ടല്ലോ. ഇതിപ്പോ മെയിലും മെയിൽ വരുന്നത് റെഡ് അർജന്റ്, മറ്റേ ബ്ലാക്ക് ഫീമെയിലാണ് വരുന്നത്. ബ്ലാക്ക് ഫീമെയിലാണ് വരുന്നത്. അടുത്തേക്ക് ഇങ്ങനെയുള്ള സമയമായിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട പേരാണ്. റെഡ് അർജന്റ് ഉണ്ടല്ലോ, റെഡ് അർജന്റിന്റെ ഫസ്റ്റ് ചിക്സ് ആണ്. അത് പുതിയൊരു വെറൈറ്റി കളറാണ്. അത് നേരത്തെ കണ്ട അതിന്റെ ഫസ്റ്റ് ചിക്കണ് ഒരു പ്രത്യേക വെറൈറ്റി കളറാണ്. ബ്രീഡിംഗ് സൈസ് എഗ്ഗേതിരിക്കണാണ്. ഇത് ബ്ലാക്കിൽ വരുന്നത് ചെറിയൊരു കണ്ട യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട. അത് വെറൈറ്റി കളറാണ്. ഫസ്റ്റ് എഗ്ഗിങ് ആണ്. ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പരമാവധി ഞാൻ മാറ്റി വെക്കൂല. എന്താ വെച്ചാൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി കുറയും. ഇവരെ കൊണ്ട് തന്നെ പരമാവധി വിരിയിക്കും. അപ്പൊ അതുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രീഡിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സ്ലോലി ആക്കുള്ളൂ. ഫാസ്റ്റിംഗ് ആക്കിയിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി കുറയും. ഇതിപ്പോ ചിക്സ് മാത്രമേ കൊടുക്കാറുള്ളൂ, അല്ലെങ്കിൽ ബ്രീഡിംഗ് സൈസ് കൊടുക്കാറുണ്ടോ? ബ്രീഡിംഗ് സൈസ് കൊടുക്കാറൊക്കെ ഉണ്ട്. ഇത് കൊടുക്കില്ല. ഇതില് വേറെ ചിക്സ് ഇറങ്ങി കിടക്കുന്നുണ്ട്. ഒരു ലേക്കായത് മുദീന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് കണ്ട റെഡ് അർജന്റ് ഉണ്ടല്ലോ, അവരുടെ സെക്കൻഡ് കുട്ടിയാണ്. ഫസ്റ്റ് കുട്ടിയാണ് ബ്ലാക്ക് സെക്കൻഡ് ഇറങ്ങിയത്. എന്നുവെച്ചാൽ ഞാൻ എന്തായാലും നല്ല ബേഡ്സ് മാത്രമേ ഇവിടെ പിടിച്ചിട്ടുള്ളൂ. അവളെന്ന് വെച്ചാൽ എനിക്കെന്ന് വെച്ചാൽ ഇത് ഭയങ്കര വീക്ക്നെസ് ആണ്. എഗ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഫസ്റ്റ് എഗ് ചെയ്തേക്കണത്. ഇതില് ഫീമെയിലാണ് അപ്പുറത്ത് നിൽക്കുന്നത്. ടൈപ്പ് അത് ഫീമെയിൽ, ഇപ്പുറത്തെ മെയിൽ. ഇതിപ്പോ കൊടുക്കാനാണോ? ഇത് ആവശ്യക്കാരനൊക്കെ കൊടുക്കും. ഇപ്പൊ വേറെ ഇപ്പം പുറത്തുനിന്ന് കുറച്ച് പേഴ്സ് വരുന്നുണ്ടേ. ഇതിപ്പോ ബ്രീഡിംഗ് പേരാണല്ലോ ഇപ്പൊ നമ്മുടെ കൊടുക്കാനുള്ളത്. ബ്രീഡിംഗ് പേര്. ഇതിപ്പോ റേറ്റ് എത്ര ഉദ്ദേശിക്കുന്നത്? ഇത് ഒരു 10 രൂപ കൊടുക്കാം. 10 രൂപ അല്ലേ? ഇത് ആൽമണ്ട് തോമറണത്. ഇപ്പൊ ഫസ്റ്റ് എഗ് ചെയ്യാനിരിക്കുന്നത് റെഡി ആണുള്ളൂ. 10 കള്ളി. ഇതിപ്പോ ഇതിന് മെയില് ഫീമെയില്? മെയിൽ വരുന്നത് ആൽമണ്ട്, ഫീമെയില് ചക്കർ ഫീമെയിൽ. ഇതിപ്പോ എടുത്തപ്പോ എത്ര റേറ്റ് ആയി? ഞാൻ എന്റെ ഫ്രണ്ട് എടുത്തിട്ട് ആള് എനിക്ക് സ്പോൺസർ ചെയ്താണ്. അങ്ങനെയാണ്. കുറെ കാലെത്തിയല്ലേ, കുറെ ശിഷ്യന്മാരുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് അവര് സ്പോൺസർ ചെയ്താണ്. അടിപൊളി പേടാണുള്ളത് ആൽമണ്ട്. നല്ല എനിക്ക് അസുഖങ്ങളൊന്നും കിട്ടാറില്ല. ഞാന് കംപ്ലീറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളെ പോലെ നോക്കണ മരുന്ന് ഐറ്റങ്ങൾ നോക്കുന്നു. പിന്നെ എനിക്ക് ഏറ്റവും വലിയൊരു സൗകര്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോനുണ്ടല്ലോ ഹാർഷൻ, ഇല്ലാത്ത സമയത്ത് പുള്ളി ഇതിനെ കുറിച്ച് യൂട്യൂബിലൊക്കെ വാച്ച് ചെയ്തിട്ട് കംപ്ലീറ്റ് നോക്കും. ആൾക്ക് വലിയ താല്പര്യമാണ്. ആളെപ്പോയ കംപ്ലീറ്റ് പുറത്തുള്ള ഗാർഡനൊക്കെ സെറ്റ് ചെയ്യണം. ശരിയൊക്കെ ഇത് അടുത്ത് തന്നെ റെഡ് മുക്കി. ഇതിന്റെ കുട്ടികളെ ഞാൻ കുറെ സെയിൽ ചെയ്തിട്ടുണ്ട്. ഇഷ്ടംപോലെ നല്ല ബ്രീഡിംഗ് പേര്. വൈറ്റ് ഫെദറാണ്. രണ്ടും വൈറ്റ് ഫെദറാണ്. നല്ല ബ്രീഡിംഗ് പേരാണ്. ഇതിന്റെ കുട്ടികൾ നമ്മുടെ കൊടുക്കാറുണ്ടോ? ഇതിന്റെ കുട്ടികളില്ല. ഇത് കംപ്ലീറ്റ് ഫുൾ ബുക്കിംഗ് ആണ് ഇതിന്റെ. ഇതിപ്പോ എത്ര റേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കണം? ഇതിന്റെ കുട്ടികളെ ഞാൻ 6 രൂപയായിട്ടാണ് കൊടുക്കാറ്. ഇത് സ്റ്റിപ്പർ ആൽമണ്ടും ഒരു ടൈഗർ ഫീമെയിലും സ്റ്റിപ്പർ ആൽമണ്ട് മെയിലും ആണ്. അത് ഇപ്പൊ ചെയ്തിട്ട് ഇപ്പൊ കുഞ്ഞ് വിരിഞ്ഞിട്ടുണ്ട്. അത്
ആ കുഞ്ഞ് വിരിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ മെയിൽ ബേഡാണ്. മെയിൽ ബേഡ്. ഇവർക്ക് വിരിഞ്ഞ കുഞ്ഞുങ്ങൾ ബെസ്റ്റ് കുഞ്ഞുങ്ങളായിരിക്കും. ഇതിനു മുമ്പ് കുട്ടികൾ ഇത് ഇറങ്ങിയിട്ടില്ലേ? ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പുതിയ സെറ്റ് ചെയ്താണത്. ഇതിനിപ്പോ കുട്ടികളിപ്പോ കൊടുക്കാനുണ്ടോ? നമ്മളിപ്പോ കൊടുക്കാനില്ല. കൊടുക്കാന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ആയി തുടങ്ങണുള്ളൂ അവര്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല 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 കുട്ടികളാണ് അവര് വരുന്നത്. കേട്ടോ നല്ല ഇറങ്ങിയിട്ടുണ്ട്. ഇതിപ്പോ എത്ര റേറ്റ് കൊടുക്കുക? ഇതിന് കുട്ടികൾ കൊടുക്കാൻ ഉണ്ടെങ്കിൽ 8 രൂപ തോതില് റേഞ്ച് വരില്ല. ഇത് മുഖ്യ തന്നെ. ഇത് ആൽമണ്ടാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ഫ്രണ്ട് ഇസ്മയില് പുള്ളി എനിക്ക് സ്പോൺസർ ചെയ്താണ്. അത് മെയിലിനാ. ഫീമെയില് ഇവിടെ വിരിഞ്ഞതാണ്. ഫീമെയില് റെഡ് മറ്റേ മെയിൽ ബേഡാണ് ആൽമണ്ട്. ഫീമെയില് കണ്ടില്ലേ? ആൽമണ്ടിൽ തന്നെ ചെറിയൊരു വ്യത്യാസമുണ്ട്. മറ്റേ നല്ല ക്വാളിറ്റി ഉള്ളതാണ് മെയില് ആയിരിക്കുന്നത്. രണ്ട് കുട്ടികളായിട്ട്. ഇതിന്റെ കുട്ടികളിപ്പോ ഫസ്റ്റത്തേനോ അല്ലെങ്കിൽ? അല്ലല്ലോ, ഫസ്റ്റ് അല്ല, ഇറങ്ങിയിട്ടല്ലേ? പിന്നെ കൊടുക്കാനുണ്ട് ഇപ്പൊ കൊടുക്കാനില്ല. ഇല്ലല്ലേ? കുട്ടികൾ ഇതിനെ കൊടുക്കാനില്ലല്ലോ? എന്റെ കുട്ടികളില്ല. ആയിട്ട് അടുത്ത മുഖ്യനെ പറഞ്ഞത് ഒന്ന് ആൽമണ്ട്, ഒന്ന് ടൈഗറും. ഇതിവിടെ ചിക്സ് അല്ല കേട്ടാ. ഇവര് എഗ് മാറ്റി വെച്ചതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് എഗ് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടായില്ല. ഫസ്റ്റ് അല്ല, മൂന്നാമത്തെ. അപ്പൊ റിസൾട്ട് ഉണ്ടായില്ല. അപ്പൊ ഞാൻ എടുത്ത് വെച്ചിട്ട് ഇപ്പൊ റെഡിന്റെ സാൻഡലിന്റെ എടുത്ത് വെച്ചതാണ്. ഇതിലിപ്പോ ബ്ലാക്ക് വരുന്നത് ഫീമെയില്, മറ്റേത് മെയിലാണ്. ഇത് കൊടുക്കാനുള്ള ചിക്സ് കൊടുക്കും. റെഡ് സാൻഡിൽ. ഇത് അമേരിക്ക സൈഡിലാണ് വരുന്നത്. ഇതിപ്പോ രണ്ടാമത്തെ ഫസ്റ്റ് എഗ് കഴിഞ്ഞ് ചിക്സ് സെയിലായി. സെക്കൻഡ് എഗ്ഗിങ് ആണ്. എഗ് ചെയ്യാനിരിക്കുന്നത്. ഇത് ഫീമെയില് വരുന്നത് യെല്ലോ, മെയില് റെഡ്. ഇല്ലില്ല, എനിക്ക് അങ്ങനെ പ്രോബ്ലംസ് ഒന്നും കാണാറില്ല. സാധാരണ മിക്കവരും ചില ആൾക്കാർക്ക് കട്ട് ചെയ്യാറുണ്ട്. ഞാൻ പിന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭംഗി പോവില്ലേ? അപ്പൊ അത് കാരണം ഞാൻ കട്ട് ചെയ്യാറില്ല. റിസൾട്ട് ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ചെയ്യാനിരിക്കുന്ന ഇപ്പൊ ആള്. ഇത് ഫീമെയില്, മെയില് റെഡ്. കുട്ടികളൊക്കെ എത്ര റേറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കണ? കുട്ടികളെ കൊടുക്കണത് 8 രൂപയായിട്ട്. 8 രൂപ. ഇപ്പൊ കൊടുക്കാനില്ല. നല്ല അടിപൊളി ടൈൽ ക്വാളിറ്റി ആണ്. ടൈൽ ക്വാളിറ്റിയാണ്. ഇതിപ്പോ നമ്മുടെ എല്ലാ കുട്ടികളും മുഖ്യുണ്ട്. 3 ചക്ര മുഖ്യുണ്ട്, ഒരു യൂറോപ്യൻ ഗ്രാസിന്റെ ഒരു കുട്ടിയുണ്ട്. ഇതൊക്കെ എത്ര റേറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കണേ? ഇത് ചിക്സ് ടൈഗർ മറ്റേ ചക്കടാണെങ്കിൽ പെർ പീസ് 2 രൂപ വെച്ചിട്ട്. 2 രൂപ അല്ലേ? ഇതിപ്പോ സീറോ കള്ളിയാണോ അല്ലെങ്കിൽ? സീറോ കള്ളിയല്ല, ഒരു കള്ളി. ഒരു കള്ളിയൊക്കെ ആയിട്ടുണ്ട്. യൂറോപ്യൻ രാവിലെ സെയിലാണ്. സെയിലായതാണോ? സെയിലായിട്ടില്ല, സെയിൽ ചെയ്യാനുള്ളതാണ്. എത്ര റേറ്റ്? അത് 4 രൂപ കൊടുക്കാം. 4 രൂപ പീസ്. അടുത്ത് വരുന്ന ഹോമറാണ്. ഇതിപ്പോ ഒരു ചിക്സ് ഇറങ്ങിയിട്ടുണ്ട്. ഒരു ചിക്സ് ഇറങ്ങിയിട്ടുണ്ട്. ഹോമർ. ഇതിപ്പോ മെയില് ഫീമെയിൽ? ഫീമെയിലാണ് കുട്ടിരൊപ്പുള്ളത്. മെയില് കുട്ടിരൊപ്പുള്ളത് മെയില്, മറ്റേ ഫീമെയില്. ഇത് ഫസ്റ്റ് ടേക്കിംഗ് ആണത്? അത് ഫസ്റ്റ് ടേക്കിംഗ് ആണ്. അടുത്ത വരുന്ന മുഖ്യ തന്നെയുള്ള? അടുത്ത തന്നെ മുഖ്യന് വൈറ്റ് ഫെദറാണല്ലേ? വൈറ്റ് ഫെദറാണ്. ഇതൊരു റെഡ് മെയിലും ഫീമെയില് സാൻഡലും വരുന്നത്. റെഡ് മെയില് എഗ് ചെയ്തിരിക്കുന്നതാണ്.
പിന്നെ എന്ന് വെച്ചാൽ റെഡ് ആയാലും സാൻഡിലായാലും മാർക്കിങ് എനിക്ക് മാർക്ക് ആവുന്നത് വരാറില്ല. ഇതിപ്പോ നമുക്ക് ഫസ്റ്റ് ചെക്കിംഗ് ആണ് ഇവരുടെ? അല്ലല്ല, ഇവരിപ്പോ 4ാമത്തെ ചെക്കിംഗ് ആണ്. ഇതിനിപ്പോ കുട്ടികളെ കിട്ടണ എങ്ങനെ, ഏത് കളർ കിട്ടാറ് നമുക്ക്? എനിക്ക് റെഡും കിട്ടാറുണ്ട് സാൻഡിലും കിട്ടാറുണ്ട്. ഒരു സെറ്റിലപ്പോ ഒരു റെഡ് ഇതേപോലെ വരാറുണ്ട്. വരാറ്. അടുത്ത് വരുന്നത് ഒരു 2 ചക്കറാണ് വരുന്നത്. ഇപ്പൊ ചക്കറ് മെയില് ഫീമെയിലായ മേലെ കയറിയിരിക്കുന്നത് കുട്ടികളായിട്ടിരിക്കാനുള്ള കുട്ടികളായിട്ടിരിക്കുന്നത്. ഇതിപ്പോ ഹംഗേറിയന്റെ എഗ് ചെയ്തിട്ട് വെച്ചിട്ട് ഒരു റിസൾട്ട് ഉള്ളൂ, ഒരെണ്ണം. ഒരൊറ്റ കുട്ടിയാണ് ഹംഗേറിയന്റെ കുട്ടിയാണ്. അടുത്ത് വരുന്നത് റെഡ് മെയിലും ഫീമെയില് സാൻഡിലും. ഒരു സിംഗിൾ കുട്ടിയാണ്, റെഡിന്റെ സിംഗിൾ കുട്ടിയാണ്. ഇതിന് മുമ്പ് കുട്ടികൾ ഇറങ്ങിയ എങ്ങനെയാണ്? അത് ഒന്നില്ലെങ്കിൽ സാൻഡിലും ഇല്ലെങ്കിൽ റെഡ് വിരിയും. റെഡ് അല്ലേ? അടുത്ത വരുന്ന യൂറോപ്യൻ സിറാസാണ്. ഇതിപ്പോ ബ്ലാക്ക് മെയിലും റെഡ് ഫീമെയിലും വരും. റെഡ് ഫീമെയിൽ അത് ബംഗ്ലാദേശിൽ നിന്ന് എനിക്ക് വരുന്നത്. ബംഗ്ലാദേശ് പേരാണ്. ഇതിപ്പോ ഒരു ചിക്സ് ആയിട്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഇതിന് ചിക്സ് ഇറക്കിയിട്ടുണ്ടോ? ഇതിനു മുമ്പ് ചിക്സ് ഇറങ്ങിയിട്ടുണ്ട്. ഏതാ കളർ നോക്കിട്ട് അറിയുന്നത്? ഇതിന്റെ റെഡും വരാണ്ട് ബ്ലാക്കും വരാണ്ട്. രണ്ടും ഓരോന്ന് കിട്ടാറുണ്ട്. വരാണ്ട്. ഇത് യൂറോപ്പിന്റെ റെഡ് രണ്ടും റെഡ് തന്നെ. ഏറ്റവും റെഡിലെ ഏറ്റവും സൂപ്പർ ക്വാളിറ്റി. സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ ക്വാളിറ്റി. എനിക്ക് ഇഷ്ടപ്പെട്ട റെഡാണ്. ഇതിന്റെ ചിക്സ് ഇപ്പൊ കൊടുക്കാറുണ്ടോ? ഇതിന്റെ ചിക്സ് കൊടുക്കാനില്ല. ഇല്ലല്ലേ? ഇത് നല്ല ഷേപ്പും ഉണ്ട്, പിന്നെ അതുമല്ല നല്ല കളറുമാണ്, നല്ല ലെങ്ത്തും, നല്ല സൈസാണ്. ഹെവി സൈസാണ്, നല്ല സൈസ് ഉണ്ട്. സൈസ് വേണം. അടുത്തത് യൂറോപ്പിന്റെ ലാവൻഡർ ടൈപ്പ്. ചട്ടിയിലിരിക്കുന്നത് മെയില്, മറ്റേത് ഫീമെയിൽ. ഫസ്റ്റ് എഗ്ഗിങ് ഇവിടെ മെയില് ഇപ്പൊ ഒരു 5-6 പ്രാവശ്യം ബ്രീഡിങ് ആയിട്ടുള്ള. ഫീമെയിൽ ഫസ്റ്റ് ഇതിപ്പോ കൊടുക്കാനുള്ള ഇല്ലല്ല, കൊടുക്കാൻ ചിക്സ് ഉണ്ടായില്ല. ചിക്സ് ഉണ്ടല്ലേ? റെഡ് ബാർ മെയിലും ഫീമെയിലും സാൻഡിലും. ഇത് ഫസ്റ്റ് എഗ്ഗിങ് ആണ്. ഫസ്റ്റ് എഗ്ഗിങ് അടുത്ത് വരുന്നത് ഒരു സ്റ്റിപ്പർ ഫോമറും അതിന്റെ മെയിലും. ഫസ്റ്റ് എഗ്ഗിങ് ഹോമേഴ്സ് ഇപ്പൊ നമ്മുടെ കൊടുക്കാനുണ്ടോ? ഹോമേഴ്സ് കൊടുക്കാനില്ല, ആയിട്ടില്ല. അടുത്തത് വരുന്നത് ഒരു ഡോട്ട് മുഗിയും അതിന്റെ പെയറ് ആൽമണ്ട് ഫീമെയിൽ. അത് ഫോസ്റ്ററൈസ് ആക്കി വെച്ചേക്കുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുഗിക്ക് നല്ലൊരു ഫീമെയിൽ കിട്ടാത്ത കാരണം ഫോസ്റ്ററാക്കി. ഫീമെയിൽ നല്ല കിട്ടുമ്പോൾ ഇതിപ്പോ വെച്ചേക്കണത് മുദീനയുടെ എഗ്ഗ് വെച്ചത്. മുദീന ചിക്സ് ആണ്. ഇതിപ്പോ കൊടുക്കാനുള്ളതാണോ ഈ മുഗി? മുഗി കൊടുക്കാനുള്ളതല്ല, കൊടുക്കാനുള്ളത് മുദീനയാണ് കൊടുക്കാനുള്ളത്. ഇത് വരുന്നത് യൂറോപ്യൻ സിറാസിലെ ഒരു ചക്ര മെയിലാണ്. ചക്ര മെയില്. ഇതിപ്പോ എത്ര കള്ളി? ഇത് 10 കള്ളി. ഇതിപ്പോ കൊടുക്കാനുള്ളതാണോ അല്ലെങ്കിൽ? ഇല്ലല്ല, കൊടുക്കാനുള്ളതല്ല, നിർത്താനുള്ളതാണ്. അത്യാവശ്യക്കാർ വരികയാണെങ്കിൽ ചെയ്യും. മാർക്കിങ്ങുള്ള നല്ല മെയിലാണ്, കറക്റ്റ് മാർക്കിംഗ് ആണ്. ഓക്കെ.
നല്ല മാർക്കിങ് ചക്കര മെയിൽ. ഇതിവിടെ ആദ്യത്തെ ബ്രീഡിംഗ് സെറ്റാണ്. ബ്രീഡിംഗ് സെറ്റാണ്. ഏറ്റവും കൂടുതൽ എനിക്ക് പൈസ ഉണ്ടാക്കി തന്നിട്ടുള്ള വീടാണ്. ഇവരുടെ കുട്ടികൾ ചക്കരന് സെയിം കളർ ഇറങ്ങാറ്? സെയിം കളറും ബ്ലൂ ബാറും ഇറങ്ങാറ്. ബ്ലൂ ബാർ ഇറങ്ങാറുണ്ട്. ബ്ലൂ ബാർ ഇറങ്ങും, ചക്കര ഇറങ്ങും. ഇവര് കുട്ടികളിപ്പോ കൊടുക്കാറുണ്ടല്ലേ നമ്മുടെ? ഇതിന്റെ കുട്ടികൾ കൊടുക്കാറുണ്ട്. നല്ല മാർക്കിങ്ങിലെ കുട്ടികളെ കിട്ടാറ്. ഇത് അടുത്തേക്ക് റെഡി ആവുന്നുണ്ട്. അടുത്ത സിറാസാണ്, ലാവൻഡർ. ലാവൻഡർ അല്ലേ? ഇതിപ്പോ ബ്രീഡിംഗ് പേരാണ്? ബ്രീഡിംഗ് പേരാണ്. ഇപ്പൊ മൂന്നാമത്തെ എഗ്ഗിങ്. ഇതിപ്പോ കൊടുക്കാനുള്ളതാണോ അല്ലെങ്കിൽ? ഇല്ല, ആവശ്യക്കാരനങ്ങ് കൊടുക്കും. കൊടുക്കൂല. ഇതിപ്പോ നമ്മുടെ കൊടുക്കാനുള്ളത്? അത് കൊടുക്കാനുള്ള ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അർജന്റീന്റെ ചിക്സുകളാണ്. ലാഹോർ. അവിടെ ലാഹോർ, യൂറോപ്യൻ ലാഹോറിന്റെ ഫീമെയിൽ. ഇതിപ്പോ എത്ര റേറ്റ് ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഇത് ഉദ്ദേശിക്കുന്ന 7 രൂപ. പയറ് 7 രൂപ. ബ്ലാക്കും മറ്റേതും? ബ്ലാക്കും മറ്റേതും 7 വെച്ചാണ്. ലാഹോർ ഒരു 6 രൂപ കൊടുക്കാം. സിംഗിൾ പീസ് അല്ലേ? വെറൈറ്റി കളറാണ് അത്. വെറൈറ്റി കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ബ്ലാക്കുമ്മ കണ്ട, ബ്ലാക്കുമ്മ എടുത്ത് നോക്കി ശരിക്കും നോക്കി കണ്ട, ബ്ലാക്കുമ്മ കണ്ട യെല്ലോ ഷെയ്ഡ് വന്നു കൊടുക്കും നോക്കി. നേരത്തെ കണ്ട യെല്ലോ ഷെയ്ഡ് അങ്ങോട്ട് കയറി വരും. അപ്പൊ നല്ല ഭംഗിയായിരിക്കും. അപ്പൊ ഒരു കള്ളി ആയിട്ടുള്ളൂ. ഇതൊക്കെ ഒരു കള്ളിയാണ്? എല്ലാം ഒരു കള്ളി. മറ്റേത് ഫീമെയില് 9 കള്ളി. യൂറോപ്യൻ 9 കള്ളി ഫീമെയിൽ ആണ്. 9 കള്ളി ഫീമെയിൽ. അത് കൊടുക്കാനുള്ളതാണ്. ഇത് നീലാംബരി. ഇത് ഇന്ത്യൻ ബ്രീഡാണ്. പക്ഷെ ഇത് എല്ലാവരുടെയും ഇല്ല ഈ സാധനം. ഇന്ത്യൻ റയറാണ്, റയർ പീസുകളാണ്. ഇത് കിട്ടാൻ ഭയങ്കര പാടാണ്. നീലാംബരി ഫസ്റ്റ് ടേക്കിംഗ് ആണ്. ഇവരെ കിട്ടാണ്ടായിട്ട് ഞാൻ ഇവിടെ 2 കിട്ടിയ 2 മെയിലാണ്. 2 ഫീമെയിൽ കിട്ടാൻ വേണ്ടി നടന്നിട്ട് കുറെ കഷ്ടപ്പെട്ട് കിട്ടിയത്. എത്ര റേറ്റ് നമ്മളെടുത്തപ്പോ? നമ്മളെടുത്ത് ഞാൻ 6 എടുത്തത് 2000 രൂപയ്ക്ക്. 2000 രൂപ. ഞാൻ എന്നിട്ട് ഒരു ഫീമെയില് മാത്രം എടുത്തത് 2000 രൂപയ്ക്ക്. ഇത് പറഞ്ഞ ലാവൻഡർ മെയിലും ഫീമെയിലും വരുന്നത് ചക്കറും. ഇതിപ്പോ ഫസ്റ്റ് ബ്രീഡിംഗ്? ഫസ്റ്റ് ബ്രീഡിംഗ് മെയിലിന്റെ ഫസ്റ്റ് ബ്രീഡിംഗ്, ഫീമെയില് മൂന്നാമത്തെ. ഇതിപ്പോ കൊടുക്കാനുള്ളതല്ല? ഇത് കൊടുക്കാനുള്ളതല്ല. അല്ലല്ല. ഇത് ഹോമർ ടൈഗർ മെയിലും ഫീമെയില് വൈറ്റ്. വാൽമ ചെറിയ ഡോട്ട് ഉണ്ട്. ഇത് ഫസ്റ്റ് ബ്രീഡിംഗ് ആണോ അല്ലെങ്കിൽ? ഇത് ഫസ്റ്റ് ബ്രീഡിംഗ്. ഇപ്പൊ 2 10 കല്ലിയായി ഇപ്പൊ ആയിട്ടുള്ളൂ. ടൈഗർ ഞാൻ ഉണ്ടാക്കിയതാണ് ഇവിടെ. ഇതിവിടെ ഇറങ്ങിയ കുട്ടികളാണ്? ഇറങ്ങിയ ഞാൻ ഉണ്ടാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ടൈഗർ ഉണ്ടാക്കാൻ വേണ്ടി 3-4 നോക്കിയതിന് ശേഷമാണ് ടൈഗർ ഉണ്ടാക്കി എടുത്തത്. വരുന്നത് മുഗി സെൽഫ് കളറാണ്. ഇത് ഫീമെയില്, മെയില് ബ്ലാക്ക്. ഇവിടെ ഫസ്റ്റ് ടെക്കിംഗ് ആണ്. ഫസ്റ്റ് ടെക്കിങ്ങിൽ റിസൾട്ട് ഇല്ലാണ്ടായപ്പോ ഞാന് മുദീനയുടെ എഗ് വെച്ച് കൊടുത്തു. മുദീന്റെ എഗ് വെച്ച് കൊടുത്തു. ഫസ്റ്റ് ടെക്കിംഗ് ആണ്. ഫീമെയിൽ ഷോർട്ട് ബേഡാണ്. ഫീമെയിൽ വളരെ ഷോർട്ട് ബേഡാണ്. നീലാംബരി. ഇതാണ് ഇന്ത്യൻ ബ്രീഡാണ്. ഇതിപ്പോ അതിന്റെ ഒറ്റ ചിക്സ് ഉണ്ട്. ഇപ്പൊ 2ാമത് എഗ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ബ്രീഡിംഗ് ആണ്. ഇത് മെയിലിനെ കിട്ടിയിട്ട് ഫീമെയിലിനെ കിട്ടാൻ കൂടെ കഷ്ടപ്പെട്ടിട്ട് കിട്ടിയതാണ്. നീലാംബരി നമ്മള് 2 ബ്രീഡ് ഉണ്ട്. ഒരു ചിക്ക് കൊടുക്കാണ്ടല്ലേ? ഒരു ചിക്ക് കൊടുക്കാണ്ട്. ഇപ്പൊ സെക്കൻഡ് ഇപ്പൊ എക്കിച്ച് ബിരിയാറായിട്ടുണ്ട്. നല്ല കളറാണ്. നല്ല
ഇന്ത്യൻ ബ്രീഡ് ഇന്ത്യൻ ബ്രീഡ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നതാണ്. നീലാംബരി ഇന്ത്യൻ ബ്രീഡ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ലോഫ്റ്റിലെ നമ്മളെ ലോഫ്റ്റിലെ വിശേഷങ്ങൾ. ഇപ്പൊ ഞാനില്ലാത്ത സമയത്ത് എന്റെ മോന് ഹാർഷൽ നിഹോഷി, ആള് ഇപ്പൊ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആള് ഒരു ആർട്ടിസ്റ്റാണ്. ബാബുരാജിന്റെ ഒപ്പം ഒരു ആൽബം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അൽമല്ലു എന്ന് പറഞ്ഞ ഫിലിമിൽ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. ആളാണ് ഇപ്പൊ ഈ ബേഡ്സിന് നല്ല ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ ആള് ഞാനില്ലാത്ത സമയങ്ങളിൽ കംപ്ലീറ്റ് ബേഡ്സിനെ യൂട്യൂബിൽ നോക്കിയിട്ട് പഠിച്ചതിന് ശേഷം എല്ലാതും ക്ലിയർ ചെയ്യുന്ന അവൻ തന്നെയാണ്. ബേഡ്സിന്റെ ബേഡ്സിന്റെ എല്ലാ കാര്യങ്ങളും അവനക്കറിയാം. അപ്പൊ സംശയം ഉണ്ടെങ്കിൽ അവൻ എന്നോട് ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കും. എനിക്കെന്ന് വെച്ചാൽ തീരെ ഒഴിവില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. ലേബർ അസോസിയേഷന്റെ പ്രസിഡന്റാണ്. എല്ലാ മേഖലയിലുണ്ട്. അപ്പൊ അത് കാരണം തീരെ ഒഴിവില്ലാത്ത കാരണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവൻ തന്നെയാണ്. അപ്പൊ അവനക്ക് നല്ല താല്പര്യം ഉണ്ടല്ലോ പ്രാവിനോടൊക്കെ. അപ്പൊ നമുക്ക് പ്രാവുകളൊക്കെ അത്യാവശ്യം നമ്മുടെ ഇവിടെ കൊടുക്കാനുണ്ടല്ലോ. കൊടുക്കാനുണ്ട്. ക്വാളിറ്റി പിന്നെ കുറച്ച് ബേഡ്സ് ക്വാളിറ്റി ബേഡ്സ് വരാനുണ്ട്. പുതിയത് ബംഗ്ലാദേശിൽ നിന്ന് വരാനുണ്ട്. നമ്മളിവിടുന്ന് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. ചെയ്യണ്ടല്ലേ? ചെയ്യണ്ട്. അപ്പൊ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അവരെ